ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വണ്ടൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ആംബുലൻസ് എത്തിച്ചത് 2.5 മണിക്കൂർ സമയം കൊണ്ട്. സഫ്വാന്റെ ഡ്രൈവിംഗ് സ്കില്ലിന് കൈയടിച്ച് നാട്ടുകാർ. കാരക്കാപ്പറമ്പിലെ പാലാടൻ സഫ്വാനാണ് ഈ അസാധാരണ ഡ്രൈവിംഗ് നടത്തിയത്. ചോരയിൽ കുളിച്ച രോഗി, ജീവന്റെ വില പറഞ്ഞുള്ള മിനിറ്റുകൾ, റോഡ് നിറഞ്ഞുകിടക്കുന്ന ട്രാഫിക് ബ്ലോക്കുകൾ, കൂടെയുള്ള ബന്ധുക്കളുടെ ആവലാതി. ഈ സമ്മർദ്ദത്തിനിടയിൽ വേണം ജീവൻ കൈപിടിച്ചുള്ള ഓരോ ആംബുലൻസ് ഓട്ടവും പൂർത്തീകരിക്കാൻ. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് താൻ എത്തിച്ച രോഗി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെന്നറിയുമ്പോഴുണ്ടാകുന്ന നിർവൃതിയാണ് ഓരോ ആംബുലൻസ് ഡ്രൈവർമാരെയും ഈ തൊഴിലിൽ പിടിച്ചു നിർത്തുന്നത്. ഇത്തരമൊരു അനുഭവമാണ് വണ്ടൂരിലെ ആംബുലൻസ് ഡ്രൈവറായ കാരക്കാപ്പറമ്പിലെ പാലാടൻ സഫ്വാന്റെ മുഖത്ത് കാണുന്നത്. കണ്ണിൽ ഡ്രിൽ കട്ടർ അടിച്ച് കൃഷ്ണമണി അടക്കം പുറത്തുചാടിയ രോഗിയുമായി വണ്ടൂർ നിംസ് ആശുപത്രിയിൽ നിന്നും തിരിക്കുമ്പോൾ ഒറ്റ ചിന്ത മാത്രമേ സൽമാനുണ്ടായിരുന്നുള്ളൂ. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഈ രോഗിയെ ഗോൾഡൻ ഹവറിൽ തന്നെ കോയമ്പത്തൂരിലെ അരവിന്ദയിലെത്തിക്കണമെന്ന്. ഇതിനായി സുഹൃത്ത് മണ്ണാർക്കാടുള്ള ഷിഹാസിന്റെ സഹായം തേടിയതോടുകൂടി പിന്നീട് നടന്നത് ചരിത്രം. വണ്ടൂർ നിംസിൽ ഒരു എമർജൻസി വരികയും നിംസിലെ സ്റ്റാഫ് PROs എന്നെ വിളിക്കുകയുണ്ടായി. ഒരു എമർജൻസി കേസ് ഉണ്ട്, എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനില്ലാന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലുള്ള ഷമീൽ സാറാണെന്ന് തോന്നുന്നുണ്ട് ഡോക്ടറെ പേര്. ഡോക്ടർ എന്നോട് പറഞ്ഞു എമർജൻസി കേസാണ്, ഒന്നെങ്കിൽ കോഴിക്കോട് കണ്ണാശുപത്രി പോവുക, അല്ലാന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ അപ്പം തന്നെ പറഞ്ഞു അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് 2 മണിക്കൂറിന് മേലെ റണ്ണിങ് ടൈം ഉണ്ട്, ഏറ്റവും നല്ലത് അരവിന്ദ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ മക്കൾക്ക് വിളിച്ചിരുന്നു, അതിലെ ഭാര്യ മക്കൾക്ക് വിളിച്ചു. മക്കളുടെ ഫോൺ ഞാനാണ് അറ്റൻഡ് ചെയ്തത്. മക്കളോട് ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞത് ഒന്നെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ അരവിന്ദാണ്. മക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ഹോസ്പിറ്റൽ മറ്റേ അരവിന്ദ് ഹോസ്പിറ്റലാണ്, അങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനത് അരവിന്ദക്ക് പിടിച്ചത്. അരവിന്ദക്ക് പിടിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പെരുന്തമണ്ണ എത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഷിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ഒരു സുഹൃത്തുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, ഷിയാസിനെ വിളിച്ചു. ഷിയാസ് ഭായി ഇങ്ങനെ സംഗതി ഉണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കേസ് കോയമ്പത്തൂർക്ക് എത്തേണ്ടതുണ്ട്, അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു തരണമെന്നാണ്. ഷിയാസ് ഭായി തമിഴ്നാടിൻ്റെ ആംബുലൻസ് ഗ്രൂപ്പിൽ മറ്റേ കേരളത്തിലെ പോലീസ് ടീമിനോട് അതേമാതിരി ഇവിടുത്തെ ആംബുലൻസിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇൻഫോം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും വളരെ ക്ലിയറായിട്ട് എവിടെയും ബ്ലോക്കുകളൊന്നും പെടാതെ എത്തിപ്പെടാൻ സാധിച്ചു. പ്രത്യേകം പറഞ്ഞാൽ നമ്മളെ പാലക്കാട് മറ്റെന്തൊരു ഉത്സവം എന്തോ നടക്കുകയായിരുന്നു. ആ സമയത്ത് നമുക്ക് പാലക്കാട് മുഴുവൻ പോലീസിൻ്റെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് എവിടെയും ബ്ലോക്കുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് പാലക്കാടൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാൻ സാധിച്ചു. പിന്നെ അതേമാതിരിക്ക് തമിഴ്നാടിൻ്റെ ഹൈവേ കയറിയതിന് ശേഷം തമിഴ്നാടിൻ്റെ എസ്കോർട്ട് ടീം, അവിടുത്തെ ആംബുലൻസിൻ്റെ ഡ്രൈവർമാർ വളരെ ഏറെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവിടെയും ബ്ലോക്കിലൊന്നും പെടാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ തമിഴ്നാട് ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിച്ചു. പക്ഷെ അവിടെ ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുപോയത് അരവിന്ദ് ഹോസ്പിറ്റലിലാണ്. അരവിന്ദ് ഹോസ്പിറ്റലിൽ നമ്മളവിടെ കൊണ്ടുപോയി അവിടുത്തെ വലിയ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് നോക്കിയപ്പോൾ ഒരു ആൾ ഹാർട്ടിൻ്റെ ഗുളിക കുടിക്കണോണ്ട് ബ്ലീഡിങ് നിൽക്കാത്തതിൻ്റെ ഒരൊറ്റ കാരണത്താൽ അവിടെ എത്തിലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് റെഫർ ചെയ്യാണ് പിന്നെ ഉണ്ടായത്. അവിടുന്ന് പിറ്റേന്ന് ഞാൻ അവരെ മകനെ വിളിച്ചപ്പോൾ സർജറി കഴിഞ്ഞിട്ടുണ്ട്, സർജറി കഴിഞ്ഞപ്പോൾ ICUയിലാണ്,
വാപ്പ ഉള്ളത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ചേറിപ്പാഞ്ഞ ആംബുലൻസിന് വഴിനീളെ പോലീസും ആംബുലൻസ് ഡ്രൈവർമാരും വഴിയൊരുക്കി. കൽപ്പാത്തി രഥോത്സവ തിരക്കിലലിഞ്ഞ പാലക്കാട് ടൗണിൽ പോലും സുഗമമായ യാത്ര ഒരുക്കിയത് ഈ കൂട്ടായ്മയാണ്. തമിഴ്നാട് അതിർത്തിയായ വാളയാറിലെത്തിയപ്പോൾ അകമ്പടി സേവിക്കാനായി 4 ആംബുലൻസുകൾ കോയമ്പത്തൂരിൽ നിന്നുമെത്തി. തിരക്ക് പിടിച്ച കോയമ്പത്തൂർ നഗരത്തിൽ പോലും പരമാവധി വേഗതയിൽ വളയം പിടിക്കാനായത് സൽമാന്റെ ഡ്രൈവിംഗ് സ്കിൽ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പരിക്കുപറ്റിയവരുടെ ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുമ്പോൾ സഫ്വാന്റെ ആത്മാർത്ഥതയാണ് ഇവിടെ തെളിയുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്.